ഹായ്, പുതിയൊരു ഇൻസൈറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൽക്കെമിസ്റ്റ് വായിച്ചവർക്കറിയാം, അതായത് സാന്റിയാഗോവും ഒരു ഇംഗ്ലീഷുകാരനും മരുഭൂമിയിലൂടെ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ സാന്റിയാഗോക്ക് ഈ ഒരു ചിന്താമണിയെയും പിന്നെ അതിൻ്റെ പ്രാണസുതയെയും പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതിൽ ഇംഗ്ലീഷുകാരൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു പാരഗ്രാഫുണ്ട്. അതിൽ ഒരുപാട് നമുക്ക് ചിന്തിക്കാനുണ്ട്. അതായത് ഇംഗ്ലീഷുകാരൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. എന്തെന്ന് വെച്ചാൽ, ചിന്താമണി എന്നാണ് അതിൻ്റെ പേര്. ചിന്താമണി കൈക്കലാക്കുക അത്ര ലഘുവായ കാര്യമല്ല. ഇംഗ്ലീഷുകാരൻ പറഞ്ഞു, വർഷങ്ങളോളം പ്രയത്നിക്കണം. പരീക്ഷണശാലയിൽ സശ്രദ്ധം ഒരുക്കിയ അഗ്നിയിൽ ലോഹങ്ങളിട്ട് കാച്ചി കാച്ചി കറകളഞ്ഞെടുക്കണം, ശുദ്ധമാക്കിയെടുക്കണം. അങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നിക്കരികെ പരീക്ഷിച്ചും നിരീക്ഷിച്ചും വർഷങ്ങൾ കഴിയുമ്പോൾ അഹന്തയും ദുരഭിമാനവുമൊക്കെ അവനവനറിയാതെ തന്നെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. ലോഹങ്ങളെ ശുദ്ധമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടയാൾ സ്വയം ശുദ്ധമായി തീരുന്നു. മനസ്സിലെ മാലിന്യങ്ങൾ അകന്നു പോകുന്നതായി സ്വയം അനുഭവപ്പെടുന്നു. ഈ ഒരു വരികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി പറഞ്ഞ ഇൻസൈറ്റ് എടുത്തു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. അതായത് നമ്മളുടെ മനസ്സിലുള്ള മാലിന്യങ്ങളും അഹന്തയും ദുരഭിമാനവും പിന്നെ മറ്റൊരാളോടുള്ള വെറുപ്പും ഇതൊക്കെ നിറഞ്ഞതാണ് നമ്മുടെ മനസ്സ്. ആ നിറഞ്ഞിട്ടുള്ള മനസ്സിൽ നമുക്ക് സമാധാനപരമായ ജീവൻ നയിക്കാൻ വേണ്ടി പറ്റൂല. എപ്പോഴും രോഗങ്ങളും പരീക്ഷണങ്ങളും വേദനകളും മാത്രമായിരിക്കും. മറ്റൊരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ, ഒരു ലോഹം മറ്റൊരു ലോഹമായി മാറണമെങ്കിൽ വർഷങ്ങളുടെ പ്രയത്നം എടുക്കണം എന്നാണ് പറയുന്നുള്ളത്. അതായത് ഒരു മിനറൽ വേറൊരു മിനറലായി മാറണമെങ്കിൽ, ഒരു ലോഹം സ്വർണ്ണമായി മാറണമെങ്കിൽ വർഷങ്ങളോളം അഗ്നിക്കരികിൽ, അതായത് ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന തീക്കരികിൽ അതിനെ അടിച്ചടിച്ച് അതിൻ്റെ മാറ്റം സംഭവിക്കണം എന്നാണ് ഈ ഒരു വരികൾ പറയുന്നത്. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ മൈൻഡിലേക്ക് എടുത്താൽ, നമ്മുടെ മനസ്സ് ഏറ്റവും കറകളഞ്ഞെടുക്കണം, ശുദ്ധമാക്കി എടുക്കണമെങ്കിൽ വർഷങ്ങളോളം, അതായത് നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവായ കുറേ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് മെഡിറ്റേഷനും പിന്നെ അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊടുത്തു നമ്മുടെ മനസ്സിനുള്ളിലെ ഈ പറഞ്ഞ മാലിന്യങ്ങളൊക്കെ നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനവും സന്തോഷവും സ്നേഹവും സംതൃപ്തിയും നൽകുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടാവുമെന്നാണ് ഈ ഒരു വരികളിൽ ഏറ്റവും വ്യക്തമാക്കുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. സോ ആൽക്കെമിസ്റ്റ് വായിച്ചവർക്ക് ഇതിലുള്ള ഇൻസൈറ്റ്, ഓരോ വരികളിലും ഇൻസൈറ്റ് എടുക്കാനുണ്ട്. സോ അപ്പോൾ നിങ്ങൾ വായിക്കാത്തവർ നിങ്ങൾ എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.